പോയിട്ട് വരാം മക്കളെ, പോയിട്ട് വരാം. യജ്ജാതി വരികളാണല്ലേ, എന്തൊരു ആശയമാണ്. റാപ്പ് സോങ് ആയതുകൊണ്ട് ആസ്വാദകരുടെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ ഉണ്ടാവും. പക്ഷെങ്കിൽ പോലും വരികളുടെ അർത്ഥങ്ങൾ മൂപ്പര് പറയുന്ന രാഷ്ട്രീയം കേട്ട് കഴിഞ്ഞാൽ ഇരുന്നു പോവുകയും ചെയ്യും. കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും, കൂറു കെട്ടവൻ ഭരിച്ചാൽ ഊരു കെട്ടവൻ മുടിക്കും. ആ ഇഷ്ടം കൊണ്ട് വെറുതെ ഒന്ന് പാടി നോക്കിയതാണേ. പക്ഷെ ഇങ്ങനെയൊക്കെ പാടിയാൽ മൂപ്പര് അറസ്റ്റ് ചെയ്യാനും കൊടുക്കാനൊക്കെ ധാരാളം ആളുകളുണ്ടാവും. ഇവിടെ സർക്കാരിനെതിരെ, ഭരിക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ നേതാക്കൾക്കെതിരെ, അവർ ചെയ്യുന്ന നെറികേടുകൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് അവരെ കൊടുക്കും. കാട് കെട്ടവൻ്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കുമെന്ന് പറയുമ്പോഴുള്ള രാഷ്ട്രീയം എന്താണ്? ഇവിടെ മധു എന്ന ചെറുപ്പക്കാരന് ആദിവാസി കോളനിയിൽ ജീവിച്ചിരുന്ന അദ്ദേഹം, പാവപ്പെട്ട മനുഷ്യൻ, അരി കെട്ടു അല്ലെങ്കിൽ ഭക്ഷണ സാധനം കെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജീവൻ പൊലിയേണ്ടി വന്നത്. കേരളത്തിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും എതിരാണ്. പക്ഷെ എല്ലാവർക്കും നിയമം ഒന്നാവണമെന്ന് മാത്രം. ഇവർക്ക് മാത്രം ഒരു നിയമം, മറ്റുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മറ്റൊരു നിയമം. അത് കേരളത്തിൽ നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് വേടന് ഇപ്പോൾ ലഭിക്കുന്ന ജനപിന്തുണയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തോടെടുത്ത സമീപനം ഉണ്ടല്ലോ, ആ സമീപനത്തിൽ പാളിച്ച പറ്റിയിട്ടുണ്ട് സർക്കാരിന്. സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടി, ഇടുക്കിയിൽ നടക്കാനിരിക്കുന്ന പരിപാടിയിൽ നിന്ന് ഇദ്ദേഹത്തെ ഒഴിവാക്കി മനഃപൂർവ്വം. ഇപ്പോൾ അദ്ദേഹത്തെ വീണ്ടും തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ഒറ്റ കാരണമേ ഉള്ളൂ അതിന്. ഈ വേടനെന്ന് പറയുന്ന ഈ ഒരു സിംഗർ, റാപ്പ് സിംഗർ, ഇദ്ദേഹത്തിൻ്റെ പിറകെ ഒരു സംഘം, ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സർക്കാരിനെ ജയിക്കണോ തോൽപ്പിക്കണോ എന്ന വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു സമൂഹം തന്നെ ഇദ്ദേഹത്തിന് ബാക്കിലുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു കഴിഞ്ഞാൽ സർക്കാരിനെ അത് ബാധിക്കുമെന്ന് തിരിച്ചറിയുന്ന നേതാക്കൾ ഇദ്ദേഹത്തെ പിന്താങ്ങുകയല്ലാതെ ഇപ്പോൾ വഴിയില്ല. അതുകൊണ്ടാണ് തിരിച്ചു വിളിച്ചതും വേടനെ ചേർത്ത് പിടിച്ചതും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിലപാടുകൾ തെറ്റുപറ്റിയെന്ന് മന്ത്രിമാരടക്കം സംസാരിക്കാനുള്ള കാരണക്കഥയാണ്. അല്ലാതെ സർക്കാരിന് ഇദ്ദേഹത്തോട് പ്രത്യേക സ്നേഹമോ അടുപ്പമോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളർന്നു വരുന്ന ഒരു തലമുറ ഇദ്ദേഹത്തിൻ്റെ പിറകെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ സർക്കാർ ഇദ്ദേഹത്തെ മനഃപൂർവ്വം ഒഴിവാക്കിയ അതേ പരിപാടിയിലേക്ക് വീണ്ടും തിരിച്ചു വിളിച്ച്, ഞങ്ങൾക്ക് വേടനോട് ഒരു കുഴപ്പമില്ല, വേടൻ ഞങ്ങളുടെ ആളാണെന്ന് ഇവിടെ പ്രൂവ് ചെയ്യൽ സർക്കാരിൻ്റെയും നേതാക്കളുടെയും കടമയാണെന്ന് അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് തിരിച്ചു വിളിക്കാനുള്ള കാരണം. അല്ലെങ്കിൽ ഇത് വോട്ടായി മാറും, ഭരണമാറ്റമുണ്ടാകും എന്നൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ് രാഷ്ട്രീയത്തിൽ ഇവിടെ കളിക്കുന്നത്, ഈ കേരളത്തിൽ ഭരിക്കുന്നത് എന്ന് നമ്മളിതൊന്ന് മനസ്സിലാക്കുന്നു. ഞാൻ അങ്ങനെ അതിനെ തിരിച്ചറിയുന്നു. ഇവിടെ ഏത് നേതാക്കളാണ്, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്, ഏത് കലാ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരാണ് ലഹരിയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചത്? എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നു, അതേക്കുറിച്ച് ഒരു വാക്കും ഉണ്ടാറില്ല. അതേസമയം ഈ വേടനെന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ക്ഷമിക്കണം മക്കളെ, ഞാൻ ഈ കാര്യം ഉപയോഗിച്ചത് കൊണ്ട് നിങ്ങളിതിൽ ആകൃഷ്ടരാകരുത്, ഞാൻ ഉപയോഗിച്ചത് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ആവരുത് എന്ന് സമൂഹത്തോട് അല്ലെങ്കിൽ യുവതലമുറയോട് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ഒരു മനസ്സുകൂടി ഇദ്ദേഹത്തിനുണ്ട്. ഞാൻ എവിടെയും അങ്ങനെ ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അത് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ അത് ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് ആരോടും പറഞ്ഞതായി കേട്ടിട്ടില്ല. ഇത് തന്നെയായിരിക്കും ഒരു പക്ഷേ ഈ മനുഷ്യന് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു സ്വീകാര്യത വർദ്ധിക്കാൻ കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാട്ടിനപ്പുറം ഇദ്ദേഹം ഒരു നന്മ മനസ്സുകൂടിയുള്ള ആളാണെന്ന് സമൂഹം തിരിച്ചറിയുന്നു എന്ന് ഞാനും മനസ്സിലാക്കുന്നു. ഇദ്ദേഹം എഴുതിയ വരികൾ ശ്രദ്ധിക്കുന്നവർക്കറിയാൻ കഴിയും. ഇപ്പോൾ പുതിയ മോണലോവ എന്ന് പറഞ്ഞ പുതിയ ആൽബത്തിൽ അദ്ദേഹം പറയുന്ന വരികൾ, അദ്ദേഹത്തിൻ്റെ കാമുകിയെ അദ്ദേഹം ഉപമിച്ചത് എന്തിനോടാണ്, അദ്ദേഹം എന്തൊക്കെ പറയുന്നു. നല്ലൊരു എഴുത്തുകാരനാണ്, നല്ലൊരു കവിയാണ്. കേരളത്തിൽ ഒരു പഠനം നടത്തേണ്ട വരികളും അദ്ദേഹത്തിൻ്റെ ഈ കഴിവും തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മുടെ പുതുതലമുറ ഏതെങ്കിലും ആളുകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ പിറകെ അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ എല്ലാവരും പറയാറുണ്ട്, അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു ആളുടെ സംസ്കാരം നിങ്ങൾ അനുകരിക്കരുത്, അത് ചെയ്യരുത് എന്നൊക്കെ നമ്മൾ ഉപദേശിക്കാറുണ്ട്. ഇപ്പോൾ കേരളമെമ്പാടും ലഹരിക്കെതിരെ ബോധവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അപ്പോൾ വേടനിപ്പോൾ ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന വേദികളിൽ അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്ന, അദ്ദേഹത്തെ കേൾക്കാൻ വരുന്ന പുതുതലമുറയോട്, ആയിരക്കണക്കിന് ആളുകളോട് അദ്ദേഹം ലഹരിക്കെതിരെ പ്രതികരിക്കുന്നുണ്ട്. നിങ്ങളത് ഉപയോഗിക്കരുത്, അത് ഉപേക്ഷിക്കണം, നിങ്ങൾക്ക് വീട്ടിൽ പോകണ്ടേ, അമ്മയെ നോക്കണ്ടേ, മക്കളെ എന്നൊക്കെ പറഞ്ഞ് നല്ല ഭാഷയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും അത് സുത്യർഹമാണ്.